ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ചിക്കൻ ബ്രോസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും ചിക്കൻ ബ്രോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ KFC സ്റ്റൈൽ ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ ആണെങ്കിലും ഒക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രോസ്റ്റ് തയ്യാറാക്കി എടുക്കുമ്പോൾ ചിക്കൻ്റെ ടെക്സ്ചർ നല്ല ജ്യൂസി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ചിക്കനിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2-2.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറു ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഓരോ പീസസ് ആക്കിയിട്ട്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ചിക്കൻ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ചെറിയ ചെറിയ ഹോളാക്കി കൊടുക്കാം. ഉപ്പൊക്കെ നല്ല പോലെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓരോ ചിക്കൻ പീസസ് ആയിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 മണിക്കൂർ നമ്മളിത് ഇതുപോലെ വെക്കണം. ചിക്കൻ ഈ വെള്ളത്തിൽ 1 മണിക്കൂർ ഇട്ട് വെക്കണം. അപ്പോൾ ചെറു ചൂടുവെള്ളം ആയതുകൊണ്ടാണ് 1 മണിക്കൂർ വെക്കുന്നത്. ഇനി നോർമൽ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ നമ്മളൊരു 3-4 മണിക്കൂറെങ്കിലും വെക്കണം. ചിക്കൻ നല്ല പോലെ സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ജ്യൂസി ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ 1 മണിക്കൂർ ഈ വെള്ളത്തിൽ കിടക്കട്ടെ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെയാണ് വെക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബ്രോസ്റ്റ് പൗഡർ തയ്യാറാക്കിയെടുക്കണം. അത്യാവശ്യം വലിയ ബൗൾ തന്നെ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദപ്പൊടിയിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു പൗഡർ ചേർത്ത് കൊടുക്കണം. ഇത് 2 ടേബിൾ സ്പൂൺ വലിയ ജീരകവും അതുപോലെ തന്നെ ഒരു 4-5 ഏലക്കായും കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പുറമേയുള്ള കോട്ടിങ്ങിലേക്ക് വേണ്ട ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കനിലേക്കുള്ള ഉപ്പ് ഓൾറെഡി നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി പൗഡർ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 1 കോഴിമുട്ടയും അതുപോലെ തന്നെ 1/2 കപ്പ് പാലും കൂടി മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ 1 നുള്ളു ചേർത്ത് കൊടുക്കാം. ഇനി 2 പ്രാവശ്യം നമ്മളിത് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ചിക്കൻ പീസസും മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം പൊടിയിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പൊടി നല്ല പോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം. ഫസ്റ്റ് കോട്ടിങ്ങിന് ശേഷം നമുക്ക് 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം വീണ്ടും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. രണ്ടാമത് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് കുക്കറിൽ എണ്ണ ചൂടാക്കാൻ വെക്കണം. കുക്കറിലാണ് നമ്മളിവിടെ ബ്രോസ്റ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ എണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഏകദേശം ഇങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ടാമത്തെ കോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പോലെ തന്നെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് നമ്മൾ പൊടിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ എക്സ്ട്രാ പൊടി ഉള്ളതൊക്കെ നല്ല പോലെ ഒന്ന് കുടഞ്ഞ് കളയണം. ഇങ്ങനെ ഓരോ പീസസും നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് 4 പീസസാണ് ഫ്രൈ ചെയ്യുന്നത്. ആ 4 പീസസും നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ളത് പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്താൽ മതി. ഇനി ചൂടായ എണ്ണയിലോട്ട് ഓരോ ചിക്കൻ പീസസായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടത്. രണ്ട് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് കുക്കറിൻ്റെ ലിഡ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ വിസിൽ വെച്ച് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ അടുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലെ പ്രഷറെല്ലാം കളയണം.
നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് അങ്ങനെ വെക്കണം. അതിനുശേഷം നമുക്കിതിലെ പ്രഷറെല്ലാം കളയാം. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ചിക്കൻ പീസസൊക്കെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ പീസസ് ഇതിൽ നിന്ന് കോരുന്നതിന് മുമ്പ് നമുക്ക് തീ ഒന്ന് കത്തിച്ച് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സമയം ഒന്ന് അത് കോരുന്നതിന് മുമ്പ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടാണ് ഈ ചിക്കൻ പീസസ് ഓരോന്നുള്ളത്. നമ്മൾ പുറത്തു നിന്നും കഴിക്കുന്നൊക്കെ ബ്രോസ്റ്റിൻ്റെ അതേ ടെക്സ്ചറും അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.